ഓർക്കോൽ മീത്തലേപ്പുര തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് 6-ന് തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 28 വർഷത്തിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മടിക്കൈ എരിക്കുളം ഓർക്കോൽ മീത്തലേപ്പുര തറവാട്ടിൽ മാർച്ച് 6 മുതൽ 8 വരെ തീയതികളിലായാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. 6-ന് രാവിലെ 8:30 കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. വൈകിട്ട് 6 മുതൽ കൈവീത്, തുടർന്ന് തെയ്യം കൂടൽ. 7-ന് വൈകിട്ട് കാർന്നോൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, 6:30 കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും രാത്രി 9 മണിക്ക് കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടവും അരങ്ങിലെത്തും. തുടർന്ന് ബപ്പിടൽ ചടങ്ങ്. രാത്രി 12-ന് വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ തിടങ്ങൽ, തുടർന്ന് വയനാട്ടുകുലവൻ വെള്ളാട്ടം. 7-ന് രാവിലെ 7 മണിക്ക് കാർന്നോൻ തെയ്യം, 9 മണിക്ക് കോരച്ചൻ തെയ്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് കണ്ടനാർ കേളൻ തെയ്യങ്ങൾ അരങ്ങിലെത്തും. വൈകിട്ട് 5 മണിക്ക് വയനാട്ടുകുലവൻ ദൈവത്തിന്റെ പുറപ്പാട്, തുടർന്ന് ചൂട്ടൊപ്പിക്കൽ ചടങ്ങും നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തി കെട്ടിയാടും. രാത്രി 10 മണിക്ക് മറപിളർക്കൽ ചടങ്ങ്, തുടർന്ന് കൈവീത് ചടങ്ങോടുകൂടി തെയ്യംകെട്ട് മഹോത്സവത്തിന് സമാപനമാവും. പരിധിയിലുള്ള ഓർക്കോൽ മീത്തലേപ്പുരയിൽ തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഈ മാർച്ച് 6-7 തീയതികളിൽ വെച്ച് നടക്കുകയാണ്. 6-7-8 തീയതികളിൽ വെച്ച് നടക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനു മുമ്പ് നമുക്കൊക്കെ തന്നെ അറിയുന്ന ഘട്ടം എന്നുള്ള രീതിയിൽ 1975-ലും അതുപോലെ തന്നെ പിന്നെ 1998-ലുമാണ് തെയ്യംകെട്ട് മഹോത്സവങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ 2 വർഷം മുമ്പ് തന്നെ നമ്മൾ ഇവിടെയുള്ള തുടങ്ങിയതാണ്. തറവാട്ട് കമ്മിറ്റി, അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി, 2 കമ്മിറ്റികളും സാമ്പത്തിക സ്വരൂപവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ നടത്തിയത്. ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞ 1 വർഷം മുമ്പ് തന്നെ ഒരു നല്ല രീതിയിലുള്ള സംഖ്യ ജനങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനും അതുപോലെ തന്നെ ഈ തെയ്യംകെട്ട് മഹോത്സവത്തിനും വേണ്ടി പിരിച്ചെടുക്കുകയും അതുപോലെ തന്നെ അത് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ, ജനറൽ കൺവീനർ ഗംഗാധരൻ താളിക്കുണ്ട്, വൈസ് ചെയർമാൻ അനിൽ നിരളി, വർക്കിംഗ് ചെയർമാൻമാരായ കെ വി ശ്രീനിവാസൻ, സുകുമാരൻ കണ്ണോത്ത, സുധാകരൻ പോത്തൻകൈ, സുരേഷ് കോളിക്കുന്ന്, ട്രഷറർ നാരായണൻ ഓർക്കോൽ, ദേവസ്ഥാനം സെക്രട്ടറി വിനോദ് കോളിക്കുന്ന് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.